അഭിജിച്ചേട്ടാ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ കസ്റ്റമറിന്റെ ഇഷ്ടം അനുസരിച്ച് ഏത് മാർക്കറ്റിൽ അല്ലെങ്കിൽ എവിടുത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫാമിൽ വാങ്ങിക്കൊണ്ട് നിർത്തി അത് കറന്ന് കാണിച്ച് പാല് കണ്ടു കൊണ്ടുപോകാം. അങ്ങനെയാണോ? നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പിന്നെ കൃഷ്ണഗിരി പശുക്കൾ അല്ലെങ്കിൽ ചിന്താമണി പശു വേണമെന്ന് പറയുന്നവർക്ക് അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കും. കൃഷ്ണഗിരിയിലാകുമ്പോൾ നമ്മൾ വീടുകൾ സന്ദർശിച്ച് എടുക്കുന്നു. ഓക്കെ, കൃഷ്ണഗിരി വീടുകളിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നുണ്ട്. വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് പ്രസവിപ്പിച്ച് പാല് കറന്ന് കാണിച്ച് കൊടുക്കുന്നു. പാല് കറന്നിട്ടുള്ള കച്ചവടമാണ്. അല്ല ചനപ്പുറത്ത് നമ്മൾ കാണിക്കുക, ചനപ്പുറത്ത് നമ്മൾ കൊടുക്കാറില്ല. പാല് കറന്നിട്ട് കണ്ടിട്ട് എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്ന് ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യങ്ങളുണ്ട്. നമുക്ക് 1-2 ടൈം പാല് കറന്ന് കണ്ടതിന് ശേഷം മാത്രം കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ഇവിടെ തീറ്റയും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും എല്ലാം നോക്കി കണ്ട് സെറ്റായതിനു ശേഷം മാത്രം കൊണ്ടുപോകും. ഇവിടെ ഡെലിവറി ഒക്കെ എങ്ങനെ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യും? ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല, പക്ഷെ നമുക്ക് ഇവിടെ പരിചയമുള്ള നല്ല വണ്ടിക്കാരുണ്ട്. അവരെ നമ്മൾ ഏർപ്പാട് ചെയ്തു കൊടുക്കും. ഉത്തരവാദിത്വത്തോടു കൂടെ അവരെ എത്തിച്ചു കൊടുക്കും. ചെയ്തു കൊടുക്കും. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ചിന്താമണി കൊണ്ടുവന്ന കുറച്ച് പശുക്കളുടെ വിശേഷങ്ങൾ. അപ്പൊ അന്ന് നമ്മൾ കുറെ പശുക്കൾ എടുത്തു, അതിനൊക്കെ എന്ത് പാല് കിട്ടി? നമുക്ക് ഇവർക്കൊക്കെ 25ന്റെ മുകളിൽ പാല് വന്നു. ചിന്താമണി എടുത്ത പശുക്കൾ 2 നേരം 25. ആ പശുക്കളെല്ലാം ചിന്താമണി കാണുമ്പോഴേ അറിയാം മുട്ട പശുക്കൾ. ചിന്താമണിയാണ് ഇതെല്ലാം ചിന്താമണി പശുക്കൾ. നല്ല നമ്മൾ ആ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള പശുക്കളാണ് ഇവരൊക്കെ. ഇതൊക്കെ എന്ത് പാലിട്ടുണ്ട്? ഇതൊക്കെ 27 ലിറ്റർ 2 നേരം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഫുഡിന് പല പ്രശ്നങ്ങളൊന്നും നല്ലൊരു ഫുഡ് എടുക്കുന്ന